നമസ്കാരം. പ്രധാന വാർത്തകൾ. യുകെയിൽ നിന്ന് സ്കോട്ട്ലൻഡ് വേർപിരിയില്ല. ഹിതപരിശോധനയിൽ ഐക്യവാദികൾക്ക് ജയം. 55% പേർ വിഭജനത്തെ എതിർത്ത് വോട്ട് ചെയ്തു. സ്കോട്ട്ലൻഡിന് കൂടുതൽ അധികാരങ്ങൾ നൽകുമെന്ന് ഡേവിഡ് കാമറൺ. മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് സ്വാതന്ത്ര്യവാദി നേതാവ് അലക്സ് സാൽമണ്ട്. യമനിൽ ഹൂതി വിമതരുടെ ആക്രമണം തുടരുന്നു. സനായിൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ടെലിവിഷൻ കേന്ദ്രം തകർന്നു. സനായിൽ നിന്ന് കൂട്ടപ്പലായനം. സിനിമയോടുള്ള സൗദി നിലപാട് മാറുന്നു. സിനിമയെ ഔദ്യോഗിക തൊഴിലായി അംഗീകരിച്ച് തൊഴിൽ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം. സിനിമാ നിർമ്മാണത്തിനും വിതരണത്തിനും പ്രദർശനത്തിനും അംഗീകാരം. കുവൈത്തിൽ ഐസിസ് അനുകൂലികളെന്ന് കരുതുന്ന 140 പേർ നിരീക്ഷണത്തിൽ. കസ്റ്റഡിയിലെടുത്ത 5 പേരെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. സൗദിയിൽ നിന്നെത്തിയ 2 പേരെ പിടികൂടി തിരികെ അയച്ചു. കുവൈത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റ് അനുകൂലികൾ എന്ന് സംശയിക്കുന്ന 134 പേർ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണത്തിൽ. ഭീകരവാദ പ്രസ്ഥാനത്തോട് അനുകൂല സമീപനം സ്വീകരിക്കുന്നതായി സംശയം തോന്നിയതിനാലാണ് പോലീസ് ഇവരെ നോട്ടമിട്ടിരിക്കുന്നത് എന്ന് അറബിക് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഇറാഖിലും സിറിയയിലും രൂപം കണ്ട ഇസ്ലാമിക് സായുധ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചതിന് തെളിവുകൾ ലഭ്യമല്ലെങ്കിലും സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് 134 പേർക്കെതിരെ നിരീക്ഷണം ശക്തമാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇവരുടെ പേരുവിവരമോ ഏതു നാട്ടുകാരാണെന്ന കാര്യമോ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ ഭീഷണി ശക്തമായ സാഹചര്യത്തിൽ തീവ്ര ചിന്താഗതികൾ വെച്ചുപുലർത്തുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് 24 മണിക്കൂറും നിരീക്ഷണം തുടരാനാണ് അധികൃതരുടെ തീരുമാനം. വർഷങ്ങളായി തീവ്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അഫ്ഗാനിസ്ഥാനിലും അതിനുശേഷം ഇറാഖിലും പോയി യുദ്ധത്തിൽ പങ്കെടുത്തവർ, സിറിയയിൽ യുദ്ധം ചെയ്തവർ, ദായിഷിന്റെ ചിന്തകളോട് മൃദുസമീപനം സ്വീകരിക്കുന്നവർ തുടങ്ങിയവരെയാണ് നിരീക്ഷിക്കുന്നത്. അതിനിടെ IS ബന്ധം സംശയിച്ചതിനെ തുടർന്ന് ഏതാനും ദിവസം മുമ്പ് കസ്റ്റഡിയിലെടുത്ത 5 പേരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഇവരുടെ റിമാൻഡ് 10 ദിവസത്തേക്ക് കൂടി നീട്ടി. 3 കുവൈത്ത് പൗരന്മാരിൽ നിന്നും 2 ബിദൂനികളിൽ നിന്നുമാണ് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്തെത്തിയ 2 സൗദി പൗരന്മാരെ പിടികൂടി സൗദി അധികൃതർക്ക് കൈമാറിയിരുന്നു. കുവൈത്ത് വഴി ഇറാഖിലേക്ക് നുഴഞ്ഞുകയറാനെത്തിയ ഭീകരവാദികൾ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. യമന്റെ തലസ്ഥാനത്ത് ഹൂതി വിമതരുടെ ആക്രമണം തുടരുന്നു. സനായിൽ ഇന്ന് നടത്തിയ ഷെല്ലാക്രമണത്തിൽ ടെലിവിഷൻ കെട്ടിടം തകർന്നു. തലസ്ഥാനത്ത് നിന്നും ആളുകൾ പലായനം തുടരുകയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് യമനിലെ സുന്നി ഷിയ പോരാട്ടങ്ങൾക്ക്. സുന്നി ഭൂരിപക്ഷമായ സർക്കാരിനെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഷിയ വിഭാഗത്തിലെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത്. സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമായി സർക്കാർ എടുത്തുകളഞ്ഞ സബ്സിഡികൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒടുവിലായി ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. സനായിൽ ഇന്ന് നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഔദ്യോഗിക ടെലിവിഷൻ കെട്ടിടം പൂർണ്ണമായും തകർന്നു. സനായിൽ നിന്ന് ആളുകളുടെ പലായനം തുടരുകയാണ്. അതേസമയം ഹൂതി വിമതർക്കെതിരെയുള്ള പ്രത്യാക്രമണം യമനി സൈന്യവും ശക്തമാക്കി. 70 വിമത പോരാളികളെ കൊലപ്പെടുത്തിയതായി യമനി സൈനികൻ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് പ്രദേശത്തെ ഫോൺ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ താറുമാറായി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഏഷ്യൻ വിപണിയിലെ ക്രൂഡ് ഓയിൽ വിപണി ലക്ഷ്യമിട്ട് കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുന്ന സാഹചര്യത്തിലാണ് നടപടി. വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലെ എണ്ണ കമ്പനികളുമായി കോർപ്പറേഷൻ ചർച്ചകൾ ആരംഭിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ധന ഉപയോഗം കുറയുകയും അമേരിക്ക ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അനുദിനം വളരുന്ന ഏഷ്യൻ വിപണിയെ കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ കുവൈത്തിലെ ക്രൂഡ് ഓയിലിന്റെ 80% കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കും 20% അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുമാണ് കയറ്റി അയക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുന്നതും ഏഷ്യൻ രാജ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ അധികൃതർ ഏഷ്യൻ രാജ്യങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ ജപ്പാൻ, തായ്വാൻ എന്നീ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തിയതായി KPC അന്താരാഷ്ട്ര മാർക്കറ്റിംഗ് വിഭാഗം മാനേജിംഗ് ഡയറക്ടർ ജമാൽ അൽ ലുഹാനി പറഞ്ഞു. ജപ്പാനും തായ്വാനും പ്രതിദിനം 5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് കുവൈത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. വരും വർഷങ്ങളിൽ കരാർ ഒപ്പിടാൻ ഇരു രാജ്യങ്ങളും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പുതിയ രാജ്യങ്ങളും കമ്പനികളുമായി കരാർ ഒപ്പിടുന്നതിന് സിംഗപ്പൂരിൽ നടക്കുന്ന അപെക്സ് സമ്മേളനത്തിൽ KPC പ്രതിനിധി സംഘം പങ്കെടുക്കും. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഔദ്യോഗിക സന്ദർശനത്തിനായി ജർമ്മനിയിലെത്തിയ കുവൈത്ത് പ്രധാനമന്ത്രി ജർമ്മൻ ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക, സൈനിക രംഗങ്ങളിലെ സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചു. യൂറോപ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ജർമ്മനിയിലെത്തിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ മുബാറക് അൽ ഹമദ് അൽ സബാഹിനെ ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കലും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ആനുകാലിക രാഷ്ട്രീയ, നയതന്ത്ര വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന സൗഹൃദം ഊട്ടിയുറപ്പിക്കലും സാമ്പത്തിക സുരക്ഷാ രംഗങ്ങളിലെ സഹകരണവും കൂടിക്കാഴ്ചയിൽ വിഷയമായി. അറബ് മേഖലയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈത്തിന്റെ സമാധാന നിലപാടുകളെ ചാൻസലർ പ്രകീർത്തിച്ചു. തീവ്രവാദ ശബ്ദങ്ങൾ ഒരു രാജ്യത്തിനോ മേഖലക്കോ മാത്രമല്ല ആഗോളതലത്തിൽ ഭീഷണിയാണെന്ന് പറഞ്ഞ ഷെയ്ഖ് സബാഹ് ഇക്കാര്യത്തിൽ ജർമ്മനിയുടെ നിലപാടുകൾ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു. വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി അനസ് അൽ സ്വാലിഹും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.
ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള ആഘോഷത്തിന് ദുബായ് ഒരുങ്ങുന്നു. 17 ദിവസം നീളുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ 25-ന് തുടങ്ങും. ഒത്തൊരുമിച്ച് ആഘോഷിക്കാമെന്ന പ്രമേയത്തിലാണ് ഇത്തവണ ദുബായിൽ പെരുന്നാൾ പരിപാടികൾ അണിയിച്ചൊരുക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ പെരുന്നാൾ ആഘോഷത്തിനുള്ള പ്രധാന കേന്ദ്രമായി ദുബായിയെ ഉയർത്തിക്കാണിക്കുന്നതാകും പരിപാടികളെന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് CEO ലൈല മുഹമ്മദ് സുഹൈൽ പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമായി നഗരം മുഴുവൻ വൈദ്യുതി വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കും. പ്രധാന മാളുകളിലെല്ലാം വിവിധ ആഘോഷ പരിപാടികൾ നടക്കുകയും ആഘോഷത്തിനായി കൂടുതൽ ആളുകളെത്തുന്നത് റീറ്റെയിൽ മേഖലയ്ക്ക് കുതിപ്പേകുമെന്നും അവർ പറഞ്ഞു. പ്രധാന മാളുകളിലെല്ലാം വിവിധ ആഘോഷ പരിപാടികൾ നടക്കും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ദുബായിൽ 17 ദിവസം നീളുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കുന്നത്. ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ് സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 11 വരെ നീളുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ ഒരുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി വിനോദ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. ഷോപ്പിംഗ് മാളുകൾ കൂടുതൽ സമയം പ്രവർത്തിക്കുമെന്നും മാളുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്കായി പ്രത്യേക സമ്മാന പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഇതിനു പുറമെ ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ കരിമരുന്ന് പ്രയോഗവും നടക്കും. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ശൈത്യകാല ടെന്റുകൾ പണിയുന്നതിന് 50 ദിനാർ ലൈസൻസ് ഫീസ് നിർബന്ധമാക്കി. കഴിഞ്ഞ ദിവസം കൂടിയ മുനിസിപ്പൽ കൗൺസിൽ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. പണിയുന്ന ഓരോ ടെന്റുകൾക്കും 50 ദിനാർ മുനിസിപ്പാലിറ്റിയിൽ ഫീസായി കൊടുക്കണമെന്നതിന് പുറമെ ടെന്റുകളുടെ വിസ്തൃതിക്കനുസരിച്ച് ഓരോ 1000 മീറ്ററിന് 300 ദിനാർ ഇൻഷുറൻസായി കെട്ടിവെക്കുകയും വേണം. ഇൻഷുറൻസ് തുക ടെന്റുകൾ പൊളിച്ചു നീക്കി സ്ഥലം വൃത്തിയാക്കിയതിനു ശേഷം തിരിച്ചു കൊടുക്കും. എന്നാൽ ലൈസൻസ് തുക തിരികെ ലഭിക്കില്ല. നവംബർ മുതൽ അടുത്ത വർഷം മാർച്ച് വരെയാണ് രാജ്യത്ത് ശൈത്യകാല ടെന്റുകൾക്ക് അനുമതി നൽകുക. വീടിന് പുറത്ത് മരുപ്രദേശങ്ങളിലും മൈതാനങ്ങളിലും ടെന്റുകൾ കെട്ടി തണുപ്പ് ആസ്വദിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അറബികളുടെ രീതി. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് ശൈത്യകാല ടെന്റുകൾ ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റി തീരുമാനം കൈക്കൊണ്ടത്. ഓരോ ടെന്റുകൾക്കിടയിൽ 100 മീറ്റർ ഒഴിച്ചിടുക, ജനവാസ കേന്ദ്രങ്ങൾ, അതിവേഗപാതകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സൈനിക താവളങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് 500 മീറ്റർ അകലം പാലിച്ച് മാത്രം ടെന്റുകൾ പണിയുക, അഗ്നിശമന വിഭാഗവുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ പൂർത്തിയാക്കുക തുടങ്ങിയ നിബന്ധനകൾ കർശനമാക്കാനും നഗരസഭായോഗം തീരുമാനിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. പാവങ്ങൾക്ക് നൽകാനായി വസ്ത്രം ശേഖരിച്ച് UAEക്ക് മറ്റൊരു ലോക റെക്കോർഡ് കൂടി. റമദാനിൽ സ്നേഹം പങ്കുവയ്ക്കുക എന്ന ക്യാമ്പയിനിലൂടെയാണ് വസ്ത്രങ്ങൾ ശേഖരിച്ച് ഗിന്നസിൽ കയറിയത്. യൂണിലിവർ കമ്പനിയുടെ ഒമോ വാഷിംഗ് പൗഡറും കംഫർട്ട് കണ്ടീഷണറും ചേർന്ന് കഴിഞ്ഞ റമദാനിൽ നടത്തിയ ജീവകാരുണ്യ സംരംഭത്തിനാണ് ഗിന്നസ് ബുക്കിൽ പ്രവേശനം ലഭിച്ചത്. പാവങ്ങൾക്ക് നൽകാനായി വസ്ത്രം ശേഖരിച്ച് UAEക്ക് മറ്റൊരു ലോക റെക്കോർഡ് കൂടി നേടിക്കൊടുക്കുകയായിരുന്നു. ജൂലൈ 2 മുതൽ ആഗസ്റ്റ് 31 വരെ എമിറേറ്റ്സ് റെഡ് ക്രസന്റുമായി സഹകരിച്ച് നടത്തിയ റമദാനിൽ സ്നേഹസ്പർശം പങ്കുവെക്കുക എന്ന ക്യാമ്പയിനിൽ 1,46,411 വസ്ത്രങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനയായി ലഭിച്ചത്. വിവിധ മാളുകളിൽ പെട്ടികൾ സ്ഥാപിച്ചും വിളിച്ചറിയിച്ചവരുടെ വീടുകളിൽ ചെന്ന് ശേഖരിച്ചുമാണ് ഇത്രയും വസ്ത്രം സമാഹരിച്ചത്. ഇത് അലക്കിയ ശേഷം എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ സഹായത്തോടെ വിവിധ രാജ്യങ്ങളിലെ പാവങ്ങൾക്ക് എത്തിക്കുമെന്ന് യൂണിലിവർ മാർക്കറ്റിംഗ് വിഭാഗം വൈസ് പ്രസിഡന്റ് മധുസൂദനൻ റാവു അറിയിച്ചു. കഴിഞ്ഞ 5 വർഷമായി യൂണിലിവർ ഇത്തരത്തിൽ സഹജീവികൾക്ക് കാരുണ്യം പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അർമാനി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് ലോക റെക്കോർഡ് വിധികർത്താവ് സാമിർ ഖലൂഫിൽ നിന്ന് യൂണിലിവർ മാർക്കറ്റിംഗ് വിഭാഗം വൈസ് പ്രസിഡന്റ് മധുസൂദനൻ റാവു ലോക റെക്കോർഡിന്റെ സാക്ഷ്യപത്രം ഏറ്റുവാങ്ങി. മീഡിയ 1 ദുബായ്. ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഷാർജയിൽ നടക്കുന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമാവുന്നു. 3 നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പ്രദർശനത്തിൽ വിവരിക്കുന്നത്. 19 മുതൽ 21 വരെയുള്ള നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന 20-ൽ പരം ചിത്രകാരന്മാരുടെ 157 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഷാർജ കോർണിഷിലെ ആർട്ട് മ്യൂസിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്ന കാലത്തെ ഒരുമ വീണ്ടും ഊട്ടിമുറപ്പിക്കാനുള്ള സന്ദേശമാണ് പകരുന്നത്. ഇന്ത്യയിൽ നിന്ന് ഡോക്ടർ പൗല സെൻ ഗുപ്തയും പാകിസ്ഥാനിൽ നിന്ന് കാമില ഹാദി ചൗധരിയും മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രദർശനം നിരവധി പ്രവാസികളെയാണ് ആകർഷിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെ കലാകാരന്മാർ വരച്ച ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പൈതൃകം വ്യക്തമാക്കുന്നതാണ് പ്രദർശനത്തിലെ ചിത്രങ്ങൾ. I think it was more a sort of an educational study to look at what was happening back in history in the two countries and also prior to 1947. ഷാർജ മ്യൂസിയം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രദർശനം UAEയിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യ പാക് പൗരന്മാരെ ഉദ്ദേശിച്ചാണ് നടത്തുന്നതെന്ന് എക്സിബിഷൻ കോർഡിനേറ്റർ ആലിയ അൽമുല്ല പറഞ്ഞു. In the UAE, especially because we have such a diverse community and a cosmopolitan society from many different countries, especially in the subcontinent, the majority of the population here in the UAE is from India and Pakistan. So that was one of our not motivations exactly, but it was one of our main drives
for the exhibition. And then once the idea started happening and we got the proposal and we started working on it with our 2 guest curators. ബ്രിട്ടീഷ് ഭരണകാലത്തെ അഖണ്ഡ ഭാരത ചിത്രങ്ങൾ നിരവധിയുള്ള ഈ പ്രദർശനം നവംബർ 20 വരെ തുടരും. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ഒമാനിലെ സൊഹാറിൽ ഇന്ത്യൻ കുടുംബത്തിലെ 3 പേർ മരിച്ചു. വാദി ഹിബിയിൽ ബംഗളൂരു സ്വദേശികളായ അച്ഛനും മകളും വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ അമ്മയെയും മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംശയിക്കുന്നു. ഇന്നു രാവിലെ വാദി ഹൈബി റോഡിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ചാണ് സൊഹാർ സ്റ്റീൽ ആസൂത്രണ വിഭാഗം ഡെപ്യൂട്ടി മാനേജർ തിമോത്തിയും 9 വയസ്സുകാരി മകൾ ഡിഫ്നിയും മരിച്ചത്. അപകട വിവരം അറിയിക്കാനായി സുഹൃത്തുക്കൾ ഭാര്യ പ്രിയയെ അന്വേഷിച്ചപ്പോഴാണ് ഇവരുടെ മൃതദേഹം സൊഹാറിലെ താമസ സ്ഥലത്ത് കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് റോയൽ ഒമാൻ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അപകടത്തിൽ ഭർത്താവും മകളും മരിക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ പ്രിയയുടെ മരണം സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ട്രാക്ക് തെറ്റിച്ച് എതിർദിശയിൽ വന്ന കാർ ട്രക്കിൽ ഇടിച്ച് തീപിടിച്ചാണ് തിമോത്തിയും മകളും മരിച്ചത്. തിമോത്തിയുടെയും ഡിഫ്നിയുടെയും മൃതദേഹം സൊഹാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രിയ മരിച്ചുകിടന്ന മുറിയിൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹത്തിൽ മുറിപ്പാടുകളുണ്ടെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണത്തിലെ ദുരൂഹത നീക്കാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു. L&T കമ്പനിയിലെ ജീവനക്കാരിയാണ് മരിച്ച പ്രിയ. മകൾ ഡിഫ്നി സൊഹാർ ഇന്ത്യൻ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ബാംഗ്ലൂർ സ്വദേശികളായ ഇവർ നാട്ടിൽ കോയമ്പത്തൂരിലാണ് താമസിച്ചിരുന്നത്. മീഡിയ 1, സൊഹാർ. സിനിമയെ സൗദി തൊഴിൽ മന്ത്രാലയം തൊഴിൽ മേഖലയായി അംഗീകരിച്ചു. സിനിമയും വിനോദ സേവനങ്ങളും എന്ന തലക്കെട്ടിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലാണ് സിനിമാ നിർമ്മാണം, വിതരണം, പ്രദർശനം തുടങ്ങിയവയെ വിവിധ തൊഴിലുകളായി അംഗീകരിച്ച് പ്രസിദ്ധപ്പെടുത്തിയത്. സൗദിയുടെ തീരുമാനത്തിന് വിദേശ മാധ്യമങ്ങളടക്കം വൻ പ്രാധാന്യമാണ് നൽകിയത്. ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും അവരുടെ യഥാർത്ഥ പ്രൊഫഷൻ മന്ത്രാലയത്തിന്റെ രേഖയിലും തിരിച്ചറിയൽ കാർഡിലും ഉൾപ്പെടുത്താനാവുമെന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസമാവും. സൗദി സാമ്പത്തിക മേഖലയിലെ പ്രവർത്തനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഗണത്തിലാണ് സിനിമയും വിനോദ സേവനങ്ങളും തൊഴിൽ മന്ത്രാലയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പ്രൊഫഷൻ ഉൾപ്പെടുത്തിയതിലൂടെ സിനിമ പ്രദർശനം മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് 10ഓളം പുതിയ പ്രൊഫഷനുകളാണ് ഉൾപ്പെടുത്തിയതെന്ന് തൊഴിൽ മന്ത്രാലയം വക്താവ് തൈസിർ അൽ മുഫ്രീദ് പറഞ്ഞു. സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രൊഫഷനുകൾ, ചിത്രീകരണം, നിർമ്മാണ ഉപകരണങ്ങൾ, ഡോക്യുമെന്ററികൾ, പരസ്യം, പ്രചാരണം എന്നിവയാണ് പുതിയ പ്രൊഫഷൻ ഉൾപ്പെടുത്തുന്നതിലൂടെ മന്ത്രാലയം ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സൗദി തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ നിലവിൽ 3000-ലധികം പ്രൊഫഷനുകളുണ്ടെന്നും ഇതിൽ 10ഓളം പ്രൊഫഷനുകൾ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കാലഘട്ടത്തിന്റെ താൽപര്യമനുസരിച്ച് മന്ത്രാലയം പുതിയ പ്രൊഫഷനുകൾ വെബ്സൈറ്റിൽ കൂട്ടിച്ചേർക്കുകയും ആവശ്യമില്ലാത്തത് എടുത്തുകളയുകയും ചെയ്യും. തൊഴിൽ മന്ത്രാലയത്തിന്റെ നിലവിലുള്ള പ്രിന്റിംഗ്, പബ്ലിഷിംഗ്, പരസ്യം എന്നീ മുഖ്യ തലക്കെട്ടുകൾക്ക് കീഴിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊഫഷനുകൾ ഉൾപ്പെടുത്തിയതെന്നും തൈസിർ അൽ മുഫ്രീദ് കൂട്ടിച്ചേർത്തു. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. ഇടവേള.